ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ റിഫോമർ, അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു, ഈ ഒരു ഭാഗം പഠിച്ചെടുക്കാനാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കൃത്യമായും പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ആരാണ് പ്രോമിനന്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോമർ എന്ന് പറയുമ്പോൾ സാറിന് പിന്നിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് മക്കൾ അല്ലേ? ഈ സൈഡ് അല്ലേ? ഓക്കെ, മക്കൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെയാണ് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. ഇവിടെ നമുക്ക് വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ്. ഓക്കെ, രാജാറാം മോഹൻ റോയിയെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആരാണത്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള മറ്റൊരു ഭാഗമാണ് ബ്രഹ്മ സമാജ് ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹു ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഉത്തരം ഒന്നേ ഉള്ളൂ. അത് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. രാജാറാം മോഹൻ റോയ് തന്നെയാണ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്? ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുള്ളത് രാജാറാം മോഹൻ റോയ് ആണ്. അതുകൂടാതെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ സതി അബോളിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള സോഷ്യൽ റിഫോമർ ആരാണ്? യെസ്, അതും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. സതി അബോളിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകനും ആര് തന്നെയാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, രാജാറാം മോഹൻ റോയ് തന്നെ പേര് കൊടുക്കാം. ഇനി ഹു അബോൾസ് ദ സതി സിസ്റ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം ലോർഡ് വില്യം ബെന്റിംഗ് ആണ്. 1829 1829 ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിംഗ് എന്ത് ചെയ്യുന്നത്? യെസ്, സതി നിരോധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമുക്ക് അവിടെ ആൻസർ കൊടുക്കാൻ പറ്റും. ഇനി നമുക്കതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നോക്കാം അല്ലേ? യെസ്, നമുക്ക് രാജാറാം മോഹൻ റോയെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക, രാജാറാം മോഹൻ റോയുടെ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കവിടെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. യെസ്, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇസ് എഫേർട്സ് ലെഡ് ടു ദ അബോളിഷൻ ഓഫ് സതി ഇൻ 1829 ബൈ ലോർഡ് വില്യം ബെന്റിംഗ് ദെൻ ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. എന്താ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിംഗ് ആണ് 1829 രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സതി നിരോധിക്കുന്നത്. അതുപോലെ തന്നെ ഹി ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി ആൻഡ് ഗേവ് ദ മെസ്സേജ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ആർ ബേസിക്കലി ദ സെയിം. നമുക്കിവിടെ കാണാൻ പറ്റും. യെസ്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാ റിലീജിയൻസിന്റെയും ഐഡിയാസ് എന്ന് പറയുന്നത് സെയിം ആണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ബ്രഹ്മ സമാജ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ സതി ശൈശവിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുണ്ട്. സതി സമ്പ്രദായം നിർത്തലാക്കാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ലോർഡ് വില്യം ബെന്റിംഗ് അല്ലെങ്കിൽ വില്യം ബെന്റിംഗ് പ്രഭു എന്ത് ചെയ്യുന്നുണ്ട്, സതി നിരോധിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, രാജാറാം മോഹൻ റോയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ഈ ഒരു പോയിന്റ് ചെയ്താൽ മറക്കരുത് മക്കളെ. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, അവിടെ എഴുതി വെക്കണം. രാജാറാം മോഹൻ റോയുടെ പേര് വരുമ്പോൾ അവിടെ എന്തായാലും എഴുതി വെക്കേണ്ട ഒരു പേരാണെന്ത്? യെസ്, നമ്മൾ ഈ പറഞ്ഞില്ല ഈ ഒരു പോയിന്റ് ഫസ്റ്റ് പോയിന്റ് അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് പഠിച്ചെടുത്തു? 5 പോയിന്റ് അല്ലെങ്കിൽ 5 മാർക്കിന്റെ പോയിന്റ്സ് നമ്മൾ പഠിച്ചെടുത്തു അല്ലേ? യെസ്, അപ്പോൾ രാജാറാം മോഹൻ റോയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോസിലൂടെ നമുക്ക് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും പഠിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ, ബൈ.